പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മെയ് മാസം 7-ാം തീയതി ഹല്ലേലൂയ ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്ന് നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് സൂക്ഷിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. രാത്രികാലം നല്ല ഉറക്കം നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദി കർത്താവ്. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ച് ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നതോർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം. നമ്മളെ ഇത്രത്തോളം അത്ഭുതകരമായി നടത്തിയ ദൈവകൃപയ്ക്ക് നമുക്ക് നന്ദി പറയാം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. സങ്കീർത്തനക്കാരൻ പറയുക, 30-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവേ ഞാൻ അങ്ങയെ പുകഴ്ത്തുന്നു. കർത്താവ് എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ കർത്താവ് ഇടയാക്കിയതുമില്ല. അപ്പോൾ കർത്താവിനെ നമ്മൾ പുകഴ്ത്തണം. നമ്മളെ വിടുവിച്ച ദൈവത്തെ, നമ്മളെ അത്ഭുതമാക്കി തീർത്ത ദൈവത്തെ, നമ്മളെ അതിശയമാക്കി തീർത്ത കർത്താവിനെ നമുക്ക് സന്തോഷത്തോടെ ഒന്നുകൂടെ സ്തോത്രം ചെയ്യാം. കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒന്നുകൂടെ കരമുയർത്തി പറഞ്ഞ്, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞ് 2 പേർ ഈ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ടാൽ അതിന്മേൽ അങ്ങയുടെ അത്ഭുത പ്രവൃത്തി നടക്കും. ഞങ്ങൾ ഒരുമനപ്പെട്ട യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേൽ ദൈവത്തിൻ്റെ ഗ്ലോറി വ്യാപരിക്കട്ടെ, ഇവരുടെ മേൽ ദൈവത്തിൻ്റെ ഗ്രേസ് വ്യാപരിക്കട്ടെ, ഇവരുടെ മേൽ ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ, ദൈവിക സന്തോഷവും ദൈവിക സ്വസ്ഥതയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗങ്ങളുടെ മേലും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ജയം കൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ശ്വാസം മുട്ടലിനാൽ നാളുകളായി ഭാരപ്പെട്ടിരിക്കുന്നവർ, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ശ്വാസം മുട്ടൽ വരുന്നു, ചെറിയ പനി ഉണ്ടാകുമ്പോൾ ശ്വാസം മുട്ടൽ വരുന്നു, അങ്ങനെ ശ്വാസം മുട്ടലിനാൽ നാളുകളായി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. കിഡ്നി സ്റ്റോണിനാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. നഖത്തിൻ്റെ അവിടെ എല്ലാം ആമേൻ സ്കിന്നു പോയി ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ പ്രഭാതത്തിൽ കുടുംബത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ഐക്യതയില്ലാതെ ഭാരപ്പെടുന്നവർ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനാന്തരീക്ഷം മാറട്ടെ, സമാധാനമുണ്ടാകട്ടെ. ആമേൻ. ഭവനാന്തരീക്ഷം മാറട്ടെ, സമാധാനമുണ്ടാകട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടലുകൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ നടക്കുന്നതിന് സ്തോത്രം. പപ്പ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷിക്തദാസന്മാരെ അനുഗ്രഹിക്കണം. അവരുടെ വേല ലോകവ്യാപകമായി ആമേൻ വർദ്ധിച്ചു വരികവാനും ദൈവരാജ്യം വളരുവാനും ഇടവരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഇതുമായിട്ട് നടക്കുവാനുള്ള മീറ്റിങ്ങിനെ അനുഗ്രഹിക്കുന്നു. അതിന്മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നടക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മഹിമ വെളിപ്പെടട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. തിങ്കളാഴ്ച നടന്നതിലും വലിയ കാര്യങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിൽ നടക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വം പുകച്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. പങ്കെടുക്കണം. ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി കർത്താവ് തീർത്തു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ, അതായത് തിങ്കളാഴ്ചത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്ത കർത്താവ് ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കും. അതുകൊണ്ട് നിശ്ചയമായിട്ടും പങ്കെടുക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ കേൾക്കുന്നത്. 3 യോഹന്നാൻ, അതിൻ്റെ ഒരധ്യായമേ ഉള്ളൂ. അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മൂപ്പനായി ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്. അവൻ യോഹന്നാൻ്റെ ആത്മീക പുത്രനാണ് ഗായോസ്. ആ ഗായോസിനോടുള്ള സ്നേഹത്തിൽ അവൻ യോഹന്നാൻ എഴുതുക, പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. അപ്പം നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കട്ടെ എന്നാണ് അവൻ യോഹന്നാൻ ആ ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്.
അപ്പം അവൻ്റെ വിശ്വസ്തതയ്ക്കും ആത്മീയ പക്വതയ്ക്കും അവനെ പ്രശംസിക്കുന്നു. ഗായസ് പറയുക, ആത്മാവ് അഭിവൃദ്ധി പ്രാപിക്കുന്നത് പോലെ എല്ലാത്തിലും അഭിവൃദ്ധി പ്രാപിക്കുകയും നല്ല ആരോഗ്യം ആസ്വദിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മുടെ ആത്മാവ് ശക്തി പ്രാപിക്കുന്ന അനുസരിച്ചാണ് നമ്മുടെ പുറമേയുള്ള മനുഷ്യനിലേക്ക് നമ്മുടെ അനുഗ്രഹങ്ങൾ വെളിപ്പെടുന്നത്. ദൈവം നമ്മുടെ പൂർണ്ണമായ ക്ഷേമം ആഗ്രഹിക്കുന്നു. ആത്മീക വളർച്ച മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ശാരീരികവും ആരോഗ്യവും വിജയവും ഇതെല്ലാം നമ്മൾ നേടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആത്മീകമായ ഉയർച്ച മാത്രമല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ശാരീരികമായി അനുഗ്രഹിക്കപ്പെടണം, മാനസികമായി അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ ഭൗതിക നന്മകൾ നമ്മൾ അനുഭവിക്കണം. ഇതെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ആത്മാവിൻ്റെ അഭിവൃദ്ധി. നിൻ്റെ ആത്മാവ് അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പ്രിയനെ നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. അപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തനായിരിക്കണം. ആത്മാവ് ശക്തനാണെങ്കിൽ, അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ബാഹ്യമായ മറ്റനുഗ്രഹങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അപ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നോക്കണം, നമ്മുടെ ആത്മമനുഷ്യൻ ശക്തി പ്രാപിക്കുന്നുണ്ടോ? ആത്മമനുഷ്യനെ നമ്മൾ ദൈനംദിനം ശോധന ചെയ്യണം. ആത്മമനുഷ്യൻ എത്രമാത്രം ശക്തി പ്രാപിക്കുന്നുണ്ട്? അപ്പോൾ ആത്മമനുഷ്യൻ ശക്തി പ്രാപിക്കുമ്പോൾ അതെങ്ങനെ ശക്തി പ്രാപിക്കുന്നത്? ദൈവവചനം ധ്യാനിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോഴൊക്കെ നമ്മുടെ ആത്മമനുഷ്യൻ ശക്തി പ്രാപിക്കും. ആത്മമനുഷ്യൻ ശക്തി പ്രാപിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് വൈരാഗ്യമില്ല, നമ്മൾ ക്ഷമിക്കും, നമുക്ക് വിദ്വേഷമില്ല, നമുക്ക് പകയില്ല. നമ്മളോട് ആര് ദോഷം ചെയ്താലും നമ്മൾ അവരോട് ദോഷം ചെയ്യുന്ന കാര്യം ആലോചിക്കത്തില്ല, നമുക്ക് തിന്മ ചെയ്യാൻ കഴിയത്തില്ല. കാരണം എന്നാ? നമ്മുടെ ആത്മീക മനുഷ്യൻ ശക്തി പ്രാപിച്ചിരിക്കുക. അപ്പോൾ ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മമനുഷ്യൻ ശക്തി പ്രാപിച്ചാൽ പുറമേയുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾ നിറയാനിടവരും. അതുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യുകയും അനുദിനം ആത്മമനുഷ്യനെ ശക്തി പ്രാപിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ആത്മമനുഷ്യനെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകട്ടെ. അകത്തെ ആത്മാവ് ശക്തി പ്രാപിക്കട്ടെ. അകത്തെ ആത്മാവ് ശക്തി പ്രാപിക്കുമ്പോൾ പുറമേയുള്ള അനുഗ്രഹങ്ങൾ വെളിപ്പെടുമെന്ന് തിരുവെഴുത്തി പറഞ്ഞിരിക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സകലത്തിലും ഇവർ ശുഭവും സുഖവുമായിരിക്കട്ടെ. ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.